എല്ലാവർക്കും നമസ്കാരം. എഡ്യൂപ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പലരും ഇപ്പോഴും ഒരു കാര്യം വിശ്വസിക്കുന്നത് മെഡിക്കൽ ഫീൽഡിൽ ഒരു കോഴ്സ് എടുത്താൽ പിന്നെ ജോലി ഉറപ്പാണോ, അത്യാവശ്യം ശമ്പളവും കിട്ടുന്നതാണോ. പക്ഷേ ഇത് പൂർണ്ണമായും ശരിയാണോ? അല്ല എന്നതാണ് വാസ്തവം. ചില കോഴ്സുകൾ ഇപ്പോൾ ഓവർ സാച്ചുറേറ്റഡ് ആണ്. അതായത് ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം പേർ ആ ഫീൽഡിലുണ്ട്. ചില ഫീൽഡിൽ സ്റ്റാർട്ടിംഗ് സാലറി വളരെ കുറവാണ്. മറ്റു ചില കോഴ്സുകൾക്ക് ഇന്ത്യക്ക് വെളിയിൽ യാതൊരു സ്കോപ്പും ഇല്ല. ഇതിലും സർപ്രൈസിംഗ് ആയ മറ്റൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ഈ ലിസ്റ്റിലെ നമ്പർ 1 കൊടുത്തിരിക്കുന്ന കോഴ്സിന് സ്റ്റുഡൻസിന്റെ ഇടയിൽ ഇപ്പോഴും നല്ല ഡിമാൻഡ് ആണെന്നതാണ്. പക്ഷേ കോഴ്സ് കഴിഞ്ഞാൽ കിട്ടുന്നതാകട്ടെ തുച്ഛമായ ശമ്പളവും. മാത്രമല്ല കോഴ്സ് പൂർത്തിയാക്കിയവർ ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും കാണാം. കൂടാതെ ചിലർ അവരുടെ പ്രൊഫഷൻ തന്നെ മാറ്റി വേറെ മേഖലകളിലേക്ക് തിരിയുന്നതും പതിവാണ്. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് 2026 സ്കോപ്പ് കുറഞ്ഞ 8 മെഡിക്കൽ കോഴ്സുകളെ കുറിച്ചുള്ള ഈ വീഡിയോ മുഴുവൻ കണ്ട ശേഷം ഏത് കോഴ്സ് എടുക്കണം എന്ന് നിങ്ങൾ തീരുമാനമെടുക്കുക. കാരണം തെറ്റായ ഒരു തീരുമാനം നിങ്ങളുടെ ഫ്യൂച്ചർ കരിയറിനെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. ആദ്യം കോഴ്സ് നമ്പർ 8, ബി.ഫാം, അതായത് ബാച്ചലർ ഓഫ് ഫാർമസി. ഒരു കാലത്ത് ബി.ഫാം സേഫ് ഓപ്ഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറി. ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ ഫാർമസി ഗ്രാജുവേറ്റ്സ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കോമ്പറ്റീഷനും വളരെ കൂടുതലാണ്. കൂടാതെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സിന് ഇപ്പോൾ പല ഹോസ്പിറ്റലുകളിലും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ചുരുക്കം ചിലർക്കൊഴിച്ചാൽ കൂടുതൽ ബി.ഫാം ഫ്രഷേഴ്സിനും ജോലി കിട്ടുന്നത് മെഡിക്കൽ ഷോപ്സ്, റീറ്റെയിൽ ഫാർമസി തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. ഹോസ്പിറ്റലുകളിൽ ഫാർമസിസ്റ്റ് ജോബ്സ് ഉണ്ടെങ്കിലും വേക്കൻസികൾ വളരെ കുറവാണ്. ചുരുക്കത്തിൽ ചില ഫാർമ കമ്പനികൾ ഒഴിച്ചാൽ 2026 സ്റ്റുഡൻസിന് സ്റ്റേബിൾ ആയ ഒരു കരിയർ ഗ്രോത്ത് ലഭിക്കുന്ന കോഴ്സ് അല്ല ബാച്ചലർ ഓഫ് ഫാർമസി. കോഴ്സ് നമ്പർ 7, ജനറൽ ബയോടെക്നോളജി. ബയോടെക്നോളജി എന്ന് കേൾക്കുമ്പോൾ വളരെ ആകർഷകമായി തോന്നാമെങ്കിലും പഠനം കഴിഞ്ഞ കുറച്ചു പേർ മാത്രമാണ് ഈ ഫീൽഡിൽ സെറ്റിലായി കാണുന്നത്. ഡയറക്റ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പൊതുവെ കുറവായതുകൊണ്ട് പലരും സ്ട്രഗിൾ ചെയ്യുന്നതാണ് കാണുന്നത്. മാത്രമല്ല റിസർച്ച് ഫീൽഡിൽ പോകണമെങ്കിൽ ഹയർ സ്റ്റഡീസ് നിർബന്ധമാണ്. ബ്രൈറ്റ് സ്റ്റുഡൻസിന് ചിലപ്പോൾ ബ്രേക്ക് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലും പൊതുവെ ഈ ഫീൽഡിൽ അവസരങ്ങൾ കുറവാണ്. മാത്രമല്ല ഫ്രഷേഴ്സിന് എൻട്രി ലെവൽ സാലറി വളരെ കുറവാണ് ലഭിക്കാറുള്ളത്. ഒരു ഡിഗ്രി ഉള്ളതുകൊണ്ട് ജോബ് ഗ്യാരണ്ടി ലഭിക്കില്ല എന്ന കാറ്റഗറിയിലാണ് ഇപ്പോൾ ഈ കോഴ്സ് വരുന്നത്. നമ്പർ 6, ആയുഷ് കോഴ്സുകൾ, അതായത് BAMS, BHMS, BUMS, BNYS തുടങ്ങിയവ. ആയുഷ് കോഴ്സുകൾക്ക് വാല്യൂ ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ എക്സ്പെക്ടേഷൻ ശരിയായിരിക്കണം. MBBS കിട്ടാത്തത് കൊണ്ട് മാത്രം ഈ കോഴ്സുകളിൽ ചേരുന്നത് ആലോചിച്ചു വേണം. നിങ്ങൾ അലോപ്പതി ഡോക്ടേഴ്സ് പോലെ ഇൻകം പ്രതീക്ഷിച്ച് ഈ കോഴ്സുകളിൽ ചേരുകയാണെങ്കിൽ നിരാശയായിരിക്കും ഫലം. ഇന്ത്യയിൽ പ്രാക്ടീസ് സ്കോപ്പ് ഉണ്ടെങ്കിലും ചിലർ മാത്രമാണ് ഈ ഫീൽഡിൽ വിജയിക്കാറുള്ളത്. ഇൻകം നോക്കാതെ ഒരു പാഷനായി എടുക്കുന്നവർക്ക് ഇത് നല്ല കോഴ്സാണ്. പക്ഷേ ഒരു കരിയറാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ശരിക്കും വളരെ ആലോചിച്ച ശേഷം മാത്രം ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്പർ 5, BSc ഒപ്റ്റോമെട്രി. ഒപ്റ്റോമെട്രി എന്ന് കേൾക്കുമ്പോൾ ക്ലിനിക്കൽ ഹെൽത്ത് കെയർ റോൾ പോലെ തോന്നും. പക്ഷേ റിയാലിറ്റിയിൽ ജോലി അവസരങ്ങൾ റീറ്റെയിൽ സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് ജോലി അവസരങ്ങൾ കൂടുതലായും ഒപ്റ്റിക്കൽ ഷോപ്പുകളിലും സെയിൽസിലും മറ്റുമായിരിക്കും. ക്ലിനിക്കൽ എക്സ്പോഷർ കുറവായിരിക്കും എന്ന് മാത്രമല്ല സാലറിയും കുറവാണ്. 2026 ഹെൽത്ത് കെയർ ഫീൽഡിൽ നിന്ന് റീറ്റെയിൽ സൈഡിലേക്ക് ഷിഫ്റ്റ് ആയ ഒരു പ്രോഗ്രാമായി ഈ കോഴ്സ് മാറിയിട്ടുണ്ട്. കരിയർ ഗ്രോത്ത് തീരെ ഇല്ലാത്ത ഒരു കരിയർ ഓപ്ഷൻ കൂടിയാണ് BSc ഒപ്റ്റോമെട്രി. നമ്പർ 4, BSc ഓഡിയോളജി. ഓഡിയോളജി ഒരു പ്രത്യേക മെഡിക്കൽ ഫീൽഡാണ്. ഹോസ്പിറ്റലുകളിൽ അവസരങ്ങൾ വളരെ കുറവാണ് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഡിമാൻഡ് ഉണ്ടെങ്കിലും ഇന്ത്യയിൽ അവയർനെസ് വളരെ കുറവായതുകൊണ്ട് ഓഡിയോളജി ഗ്രാജുവേറ്റ്സ് പലപ്പോഴും ജോലിയില്ലാതെ നിൽക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. കുറഞ്ഞ ശമ്പളവും ഉറപ്പില്ലാത്ത കരിയർ ഗ്രോത്തുമാണ് ഓഡിയോളജിയെ സ്ഥിരതയില്ലാത്ത ഒരു കോഴ്സാക്കി മാറ്റുന്നത്. നമ്പർ 3, ഓക്യുപേഷണൽ തെറാപ്പി, BOT അഥവാ ബാച്ചലർ ഓഫ് ഓക്യുപേഷണൽ തെറാപ്പി. തിയററ്റിക്കലി വളരെ നല്ല കോഴ്സാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയിൽ ഈ ഫീൽഡിനെ കുറിച്ചുള്ള അവയർനെസ് ഇല്ലായ്മയാണ്. പേഷ്യൻസിന് മാത്രമല്ല പല ഹോസ്പിറ്റലുകൾക്ക് പോലും ഒക്യുപേഷണൽ തെറാപ്പിയെ കുറിച്ച് നല്ല ക്ലാരിറ്റി ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒഴിച്ചാൽ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന് ഇന്ത്യയിൽ അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള അവസരങ്ങളോ പ്രതീക്ഷിക്കുന്ന സാലറിയോ ലഭിക്കാറില്ല. കോഴ്സ് കഴിഞ്ഞ ഉടൻ ഒരു കരിയർ പ്രതീക്ഷിച്ചാണ് ഈ കോഴ്സ് എടുക്കുന്നതെങ്കിൽ ഒന്നുകൂടി ആലോചിച്ച ശേഷം തീരുമാനമെടുക്കുക. സ്കോപ്പ് ഉണ്ടെങ്കിലും വിസിബിലിറ്റി കുറവായതുകൊണ്ട് പൊതുവെ മറ്റ് മെഡിക്കൽ കോഴ്സുകളെ അപേക്ഷിച്ച് നല്ല അവസരങ്ങളും ഗ്രോത്തും കുറഞ്ഞ ഒരു ഫീൽഡാണ് ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയാം. നമ്പർ 2, ഫിസിയോതെറാപ്പി, BPT. ഫിസിയോതെറാപ്പി കോഴ്സിനുള്ള ഡിമാൻഡ് കൂടി വരുന്നുണ്ട്. പക്ഷേ എൻട്രി ലെവൽ റിയാലിറ്റി വളരെ ഡിഫറന്റ് ആണ്. അതാണ് യാഥാർത്ഥ്യം. അതായത് കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന ഒരു ഫ്രഷ് ഗ്രാജുവേറ്റിന് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ലഭിക്കുന്ന സാലറി 18,000 രൂപ മുതൽ 25,000 രൂപ വരെ മാത്രമാണ്. ഇന്ത്യക്ക് പുറത്താണെങ്കിൽ കടമ്പകൾ നിരവധിയാണെന്നതും മറ്റൊരു പ്രശ്നമാണ്. സ്വന്തമായി ക്ലിനിക്കിൽ തുടങ്ങുമ്പോൾ വരുന്ന ഒരു പ്രശ്നം പൊതുവെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പേഷ്യൻസ് കൂടുതലായി പ്രിഫർ ചെയ്യുന്നത് എന്നതാണ്. നിങ്ങൾക്ക് ഈ ഫീൽഡിനോട് അഭിനിവേശവും കുറേ നാൾ കാത്തിരിക്കാനുള്ള ക്ഷമയും ഉണ്ടെങ്കിൽ ഈ കോഴ്സ് നല്ലത് തന്നെയാണ്. പക്ഷേ
കോഴ്സ് കഴിഞ്ഞിറങ്ങിയ ഉടൻ നല്ല ശമ്പളത്തിൽ ഒരു ജോലിയും സാമ്പത്തിക സ്ഥിരതയുമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ നിങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടതായി വന്നേക്കാം. ചിലപ്പോൾ സെറ്റിൽ ആകാൻ 5 മുതൽ 10 വർഷം വരെ എടുക്കാം എന്നുകൂടി മനസ്സിലാക്കിയ ശേഷം മാത്രം ഈ കോഴ്സ് തിരഞ്ഞെടുക്കുക. കോഴ്സ് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു ജോലി ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഒഴിവാക്കേണ്ട കോഴ്സുകൾ ഒന്നാമത്തെ സ്ഥാനം BDS അഥവാ ബാച്ചലർ ഓഫ് ഡെന്റൽ സർജറി കോഴ്സിനാണ്. 2006 ഒട്ടും ആകർഷകമല്ലാത്ത ഒരു മെഡിക്കൽ കോഴ്സാണ് BDS എന്ന് വേണം പറയാൻ. പലപ്പോഴും MBBS കിട്ടാത്തവരിൽ ഭൂരിഭാഗം പേരും സെക്കൻഡ് ഓപ്ഷനായി എടുക്കുന്ന കോഴ്സാണ് BDS. കൂടുതൽ പേരും ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതെ ഒരു ഡോക്ടർ ആകാമല്ലോ എന്ന് കരുതിയാണ് ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഗ്രാമീൺ ഫൗണ്ടേഷന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ ഡെന്റിസ്റ്റുകൾ ആവശ്യത്തിലധികമാണ്. കൂടാതെ എല്ലാ വർഷവും 25,000 മുതൽ 40,000 വരെ പുതിയ ഗ്രാജുവേറ്റ്സ് കോഴ്സ് കഴിഞ്ഞിറങ്ങുന്നുമുണ്ട്. ഗവൺമെന്റ് ജോബ്സ് വളരെ കുറവാണ്. സ്വകാര്യ മേഖലയിലാണെങ്കിൽ മിക്ക സ്ഥലത്തും ശമ്പളം 10,000 മുതൽ 15,000 രൂപ വരെ മാത്രം. ഇന്ത്യയിൽ ഡെന്റൽ അവയർനെസ് പൊതുവെ കുറവായതുകൊണ്ട് റെഗുലർ ചെക്കപ്പ് ചെയ്യുന്ന ആളുകൾ പൊതുവെ കുറവാണ്. അതുകൊണ്ട് തന്നെ പേഷ്യൻസും. കൂടാതെ സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങാൻ വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണം എന്നതും ഒരു പ്രശ്നമാണ്. മാത്രമല്ല ഫ്രഷേഴ്സിന് പേഷ്യൻസിനെ കിട്ടാൻ സമയമെടുക്കുകയും ചെയ്യും. അവസാനം നല്ലൊരു ശതമാനം BDS ഗ്രാജുവേറ്റ്സ് വീണ്ടും MDSന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഗവൺമെന്റ് ജോലികൾക്ക് വേണ്ടി ഉള്ള പ്രിപ്പറേഷനിലേക്ക് തിരിയുന്നതാണ് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ 2026 ഒരു മെഡിക്കൽ ഡിഗ്രി കൊണ്ട് മാത്രം നല്ല കരിയർ ലഭിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കോഴ്സാണ് BDS അഥവാ ബാച്ചലർ ഓഫ് ഡെന്റൽ സർജറി. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. 2027 മുതൽ ഭൂരിഭാഗം പാരാമെഡിക്കൽ കോഴ്സുകൾക്കും നീറ്റ് നിർബന്ധമാക്കുമെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ നീറ്റ് അപ്പിയർ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ ഈ വർഷം തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, അപ്പോൾ ഇനി പാരാമെഡിക്കൽ കോഴ്സുകളിൽ സ്കോപ്പും ഡിമാൻഡും നല്ല സാലറി ഉള്ള ബെറ്റർ ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്ന്. BSc ന്യൂക്ലിയർ മെഡിസിൻ, BSc റേഡിയോതെറാപ്പി, ഫിസിഷ്യൻ അസിസ്റ്റന്റ്, റേഡിയോളജി, ഡയാലിസിസ് ടെക്നീഷ്യൻ, അനസ്തേഷ്യ ആൻഡ് OT, ക്രിട്ടിക്കൽ കെയർ എന്നിവയാണ് ഇപ്പോൾ 2026 അലൈഡ് സയൻസ് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പും ഫ്യൂച്ചർ ഡിമാൻഡും അബ്രോഡ് സ്കോപ്പും ജോലി സ്ഥിരതയുമുള്ള കോഴ്സുകൾ. ഇതൊന്നും അറിയാതെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്താൽ ജോലി ലഭിക്കില്ല. കിട്ടിയാൽ തന്നെ നല്ല ശമ്പളമോ ജോലി സ്ഥിരതയോ ഉണ്ടാകില്ല. തെറ്റായ ഒരു തീരുമാനം കൊണ്ട് നിങ്ങളുടെ 4-5 വർഷം പിന്നെ സമയം, പൈസ എല്ലാം വേസ്റ്റ് ആകാൻ സാധ്യതയുണ്ട്. കൂടാതെ മനസമാധാനവും. അതുകൊണ്ട് എപ്പോഴും സ്കോപ്പും ഫ്യൂച്ചർ ഡിമാൻഡും അബ്രോഡ് സ്കോപ്പും ഉള്ള കോഴ്സുകൾ മാത്രം തിരഞ്ഞെടുക്കുക. ഈ കോഴ്സുകളുടെ വിശദമായ പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മറുപടി തരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.